ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ തന്റെ കള്ളി വെളിച്ചത്താകുമോ എന്ന ഭയത്തിൽ ഓരോ നിമിഷവും ചുറ്റും കണ്ണോടിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു ബീരാന്. കല്യാണം കഴിഞ്ഞതുകൊണ്ട് വധൂവരന്മാരെ ഒന്ന് അനുഗ്രഹിച്ച് വേഗം സ്ഥലമിടാമെന്നായിരുന്നു അയാളുടെ പ്ലാന്. എന്നാൽ സച്ചിയും രേവതിയും ആ മണ്ഡപത്തിൽ എവിടെയോ ഉണ്ട് എന്ന തിരിച്ചറിവ് അയാളെ വല്ലാതെ അലട്ടിയിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു പഠിച്ചോനെ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ബീരാൻ പതുക്കെ പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങിയതും അശോകന്റെ ബന്ധുക്കളിലൊരാൾ അയാളുടെ കൈപിടിച്ചു നിർത്തിയതും ഒന്നിച്ചായിരുന്നു. എങ്ങോട്ടേക്കാ ബീരാൻകാ പോകുന്നത്? അവിടെ നിൽക്ക്, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടേണ്ടേ എന്ന് പറഞ്ഞ് അയാൾ പയ്യന്റെ ആള് വീണ്ടും തന്നെ തിരക്കിലേക്ക് തന്നെ വലിച്ചിരുന്നു പോയി. ബീരാൻ പരമാവധി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും രേവതിയുടെ കണ്ണുകൾ ബീരാനിൽ ഉടക്കിയത്. അവൾക്ക് ആദ്യം സ്വന്തം കണ്ണുകളെ വിശ്വാസം വന്നില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ സംശയം മാറി. അത് ബീരാൻ തന്നെ. സച്ചേട്ടാ, ദേ അവിടേക്കൊന്ന് നോക്കിക്കേ, രേവതി സച്ചിയുടെ കയ്യിൽ പതുക്കെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ രേവതി, ആരെ നീ കാണിക്കുന്നത്? സച്ചി ചോദ്യഭാവത്തിൽ അയാൾ കാണിച്ച ദിക്കിലേക്ക് നോക്കി. അത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ, മലേഷ്യയിൽ നിന്നുള്ള ആ ഒരു കോടീശ്വരൻ ബിസിനസ്സുകാരൻ. രേവതിയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. സച്ചിയുടെ കണ്ണുകൾ വിടർന്നു. അതെ, അത് ശ്രുതിയുടെ ഇളയച്ചൻ തന്നെയാ. സച്ചിയുടെ ഉള്ളിൽ ഒരു നിമിഷം പല ചിന്തകളും മിന്നിമറിഞ്ഞു. ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? സച്ചിയും രേവതിയും പരസ്പരം നോക്കി. രണ്ടുപേരും മനസ്സിൽ ഒരേ ചോദ്യമായിരുന്നു. കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ സച്ചി രേവതിയും കൂട്ടി ബീരാന്റെ അടുത്തേക്ക് നടന്നു. അവരെ കണ്ടപ്പോൾ ബീരാന്റെ നെഞ്ചിരിപ്പങ്ങ് നിന്നുപോയി. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിച്ചു പോയ നിമിഷം. എങ്കിലും ഒന്നും അറിയാത്തതുപോലെ അയാൾ നിന്നു. സച്ചിയും രേവതിയും ബീരാന്റെ മുന്നിലെത്തിയതും അവിടേക്ക് അശോകൻ കടന്നു വന്നു. ആ സച്ചി, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ നിങ്ങളെ അന്വേഷിച്ചു നടക്കുമായിരുന്നു, അശോകൻ സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇദ്ദേഹം കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയില്ല. ഇതാണ് ബീരാന്, ഫെബിന്റെ സ്വന്തം മാമൻ. ആ വാക്ക് കേട്ടപ്പോൾ സച്ചിയും രേവതിയും ഞെട്ടലോടുകൂടെ പരസ്പരം നോക്കി. ഫെബിന്റെ മാമനോ? അപ്പോ മലേഷ്യക്കാരൻ ഇളയച്ചൻ? അശോകൻ തുടർന്നു. ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല സച്ചി. കഴിഞ്ഞ 20 വർഷമായിട്ട് ടൗണിൽ ഇറച്ചിക്കട നടത്തുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഇറച്ചിക്കട ബീരാൻകാരുടേതാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം വലിയൊരു നാടക നടൻ കൂടിയാണ്. ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിച്ച നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു ബീരാന്. പിന്നീട് നാട്ടുകാരൊക്കെ ആ പേരങ്ങ് വിളിക്കാൻ തുടങ്ങി. അശോകൻ ഓരോന്ന് പറയുമ്പോഴും ബീരാന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിയുന്നുണ്ടായിരുന്നു. സച്ചിയുടെ മുഖത്ത് ഒരു വല്ലാതെ കുസൃതി ചിരി വിരിഞ്ഞു. ഓ, അപ്പോ ഇദ്ദേഹം വലിയ നാടക നടനാണല്ലേ? സച്ചി ബീരാനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ നോട്ടത്തിൽ എല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ ബീരാൻ വെല്ലാൻ ഇവിടെ വേറൊരാളുമില്ല. ഈ കല്യാണത്തിന്റെ ഫുള്ള് പണികളും നോക്കി നടത്തുന്നത് ഇദ്ദേഹമാണ്. ഭക്ഷണത്തിന്റെ കാര്യം വരെ നേരിട്ട് നിന്നാ നോക്കിയത്. ഒരുപാട് തിരക്കുള്ള മനുഷ്യനാ. കടയും വീടും കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടേക്കും പോകാറില്ല. അത്രക്ക് ഡെഡിക്കേറ്റഡ് ആണ് അയാള്. അശോകൻ വാ തോരാതെ സംസാരിച്ചു. അതിനെന്താ അശോകേട്ടാ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും തിരക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിട്ടോളാം, സച്ചി ഒരു കൊഞ്ഞനം കുത്തുന്നത് പോലെ ചിരിയോടുകൂടെ പറഞ്ഞു. രേവതി ഇതൊക്കെ കേട്ട് അത്ഭുതത്തോടുകൂടി നിൽക്കുകയായിരുന്നു. നാടക നടനാണല്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ ആ ഇളയച്ചൻ കഥാപാത്രം എങ്ങനെയുണ്ടായിരുന്നു സച്ചിയേട്ടാ? അവൾ സച്ചിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് തകർത്തല്ലേ. ആ കഥാപാത്രത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം, അല്ലേ രേവതി? സച്ചിയുടെ വാക്കുകൾ ഒരു അസ്ത്രം പോലെ ബീരാന്റെ നെഞ്ചിലങ്ങ് തറച്ചു. തീർച്ചയായിട്ടും സച്ചിയേട്ടാ, ഏതായാലും കൊടുത്തേ പറ്റൂ, രേവതി അതിനോട് ചേർന്നു. എന്നാ വാ, നമുക്ക് ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാം, അവിടെ വെച്ച് കൊടുക്കാം ആ സ്പെഷ്യൽ സമ്മാനം എന്ന് പറഞ്ഞ് സച്ചി ബീരാന്റെ തോളിലൂടെ കൈയിട്ട് ബീരാന് രക്ഷപ്പെടാൻ പിന്നെ ഒരു പഴുതുമുണ്ടായിരുന്നില്ല. അയാൾ ഒരു കുറ്റവാളിയെ പോലെ സച്ചിക്കും രേവതിക്കുമൊപ്പം നടന്നു. ഇതേ സമയം വീട്ടിൽ ചന്ദ്രമതിയും രവിയും ഹാളിലിരുന്ന് കല്യാണ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു. വീടിന്റെ ഉമ്മറത്ത് നല്ലൊരു കാറ്റുണ്ടായിരുന്നുവെങ്കിലും ചന്ദ്രമതിയുടെ വാക്കുകളിൽ വല്ലാത്ത അഹങ്കാരത്തിന്റെ ചൂടുണ്ടായിരുന്നു. എന്തായാലും കല്യാണം ഗംഭീരമായി തന്നെ നടന്നു രവിയേട്ട. നല്ല അന്തസ്സുള്ള കുടുംബമാണ് അവരുടേത്, ചന്ദ്രമതി പറഞ്ഞു. രവീന്ദ്രൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ മറുപടി നൽകി. അതേ ചന്ദ്രേ, നല്ല സ്വഭാവമുള്ള ആൾക്കാരാ. അതാണ് ഏറ്റവും വലിയ കാര്യം. സ്വഭാവം മാത്രം പോരല്ലോ രവിയേട്ട, അവർക്ക് കുറച്ചുകൂടി പണവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തല ഉയർത്തി നിൽക്കാമായിരുന്നു. പണമുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ ഒരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ, ചന്ദ്രമതി തന്റെ സ്ഥിരം പല്ലവി തന്നെ ആവർത്തിച്ചു. രവീന്ദ്രന് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നുവെങ്കിലും അയാൾക്കത് അടക്കിപ്പിടിച്ചു നിന്നു. നീ ഈ പണത്തിന്റെ കാര്യം എന്തിനാ എപ്പോഴും ഇങ്ങനെ എടുത്തു പറയുന്നത്? പണം നോക്കിയിട്ടാണോ ഒരാളുടെ അന്തസ്സും വിലയൊക്കെ നിശ്ചയിക്കുന്നത്? നല്ലൊരു മനസ്സാണ് വേണ്ടത്. ചന്ദ്രമതി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പണത്തിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ടല്ലോ, അത് വേറെയാണ് രവിയേട്ട. ഈ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നോക്ക്. വർഷം നല്ലൊരു പണക്കാരി കുടുംബത്തിൽ നിന്നാ വന്നത്. പിന്നെ നമ്മുടെ ശ്രുതിയുടെ കാര്യം, അവളുടെ കാര്യം പറയേ വേണ്ട. അവളുടെ അച്ഛൻ മലേഷ്യയിൽ എത്ര വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാ. അതൊക്കെ നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ?
നിനക്കതിലൊക്കെ വലിയ അഭിമാനമായിരിക്കും ചന്ദ്രേ. പക്ഷേ ഞാൻ ഈ വീട്ടിലേക്ക് എൻ്റെ മൂത്ത മരുമകളായി കൊണ്ടുവന്ന രേവതി. അവൾക്ക് ഇങ്ങനത്തെ യാതൊരുവിധ അഹങ്കാരവുമില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന അവളാണ് ഈ വീട്ടിലെ ഐശ്വര്യം. രവീന്ദ്രൻ രേവതിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. ചന്ദ്രമതിയുടെ മുഖം അങ്ങ് ചുളിഞ്ഞു. ഓ, തുടങ്ങി നിങ്ങളുടെ ഒരു രേവതി പുരാണം. ആ പൂക്കാരി പെണ്ണിനെയാണല്ലോ നിങ്ങൾ ഈ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. അവളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്ത് ഗുണമാവുണ്ടായിരിക്കുന്നത്? ഞാൻ കൊണ്ടുവന്ന ശ്രുതിയുടെ കാലിന്റെ നഖത്തിന്റെ വിലയുണ്ടോ നിങ്ങളുടെ ആ പൂക്കാരിക്ക്? ചന്ദ്രേ, നീ നിർത്തുന്നുണ്ടോ? രവീന്ദ്രന്റെ ശബ്ദം കടുത്തു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കാശിന്റെയും പണത്തിന്റെയും പേരിൽ ആൾക്കാരെ വേർതിരിച്ച് കാണരുത് എന്ന്. പണം ഇന്ന് വരും നാളെ പോവും, പക്ഷേ ആ രേവതിയുടെ നല്ല മനസ്സുണ്ടല്ലോ, അതെന്നും ഉണ്ടാവും. നിന്റെ ആ മലേഷ്യക്കാരി മരുമകളേക്കാൾ എനിക്ക് എന്റെ സാധാരണക്കാരിയായ മരുമകളെയാണ് വിശ്വാസം. കുരുവി എത്ര ദൂരെ പറന്നാലും കഴുകനാവില്ല രവിയേട്ടാ. എന്റെ ശ്രുതിയുടെ മുന്നിൽ നിൽക്കാൻ ആ രേവതിക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല. ചന്ദ്രമതി അഹങ്കാരത്തോടുകൂടെ പറഞ്ഞു നിർത്തി. അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. രവീന്ദ്രനും ചന്ദ്രമതിയും പുറത്തേക്ക് നോക്കി. സച്ചിയും രേവതിയും വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു. അവർക്കൊപ്പം പിന്നിലെ ഡോറ് തുറന്ന് മറ്റൊരാളും കൂടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ബീരാനാണ്. വീടിനുള്ളിലേക്ക് കയറി വന്ന സച്ചിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. പതിവില്ലാത്ത ആ ഒരു ഗൗരവം കണ്ട് രവീന്ദ്രനും ചന്ദ്രമതിയും ഒന്ന് പകച്ചു. അച്ഛാ, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എവിടെ അവൾ? നമ്മുടെ പൗഡർ എടുത്തി എവിടെ? പാർഡർ എടുത്തി എവിടെ? സുധിയും അവളും എവിടെ പോയി? സച്ചി ഉറക്കെ ചോദിച്ചു. പൗഡർ എടുത്തിയോ? അതാരാടാ? രവീന്ദ്രന് കാര്യം മനസ്സിലായില്ല. അത് ശ്രുതി തന്നെയാണച്ചാ. അവരെ രണ്ടാളെയും വേഗം ഇങ്ങോട്ടേക്ക് വിളിക്ക്, സച്ചി അക്ഷമനായി പറഞ്ഞു. ശ്രീകാന്തും വർഷയും എവിടെ? അവരെയും കൂടി വരട്ടെ, രവീന്ദ്രൻ ചോദിച്ചു. അവർ കല്യാണം കഴിഞ്ഞ് റിസോർട്ടിലേക്ക് പോയല്ലേ അച്ഛാ, അതുകൊണ്ട് അവർക്കിന്ന് വലിയൊരു സീന് മിസ്സായി. കുഴപ്പമില്ല, അവർ വരുമ്പോൾ ബാക്കി കേൾപ്പിക്കാം. അച്ഛൻ ആദ്യം ശ്രുതിയും ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയെന്ന് സച്ചി പറഞ്ഞു. സച്ചിയുടെ ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ടുകൊണ്ടതിന് ശ്രുതിയും മുകളിൽ നിന്ന് താഴേക്ക് വന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കടയിലേക്ക് പോകാമെന്ന് കരുതി കിടക്കുകയായിരുന്നു ശ്രുതി. അവന്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു. എന്തിനാടാ കിടന്നിങ്ങനെ കാറുന്നത്? മനുഷ്യന് സമാധാനമായിട്ട് കിടക്കാൻ പോലും നീ സമ്മതിക്കില്ലേ? ശ്രുതി കയർത്തു. നീ വെറുതെ അവനോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട ശ്രുതി. അവൻ എന്തെങ്കിലുമൊക്കെ വഷളത്തരം പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. നീ പോയി കിടന്നുറങ്ങിക്കോ, ചന്ദ്രമതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. നിക്ക് ശ്രുതി, അവൻ എന്തോ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തിനാന്ന് കേട്ടിട്ട് പോയാൽ മതിയെന്ന് രവീന്ദ്രൻ പറഞ്ഞു. ശ്രുതിയും അവിടെ നിന്നു. ശ്രുതിയുടെ കണ്ണുകൾ സച്ചിയുടെ മുഖത്തായിരുന്നു. അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന ഭയം അവളുടെ ഉള്ളിൽ എവിടെയോ കിടന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. സച്ചി എല്ലാവരെയും ഒന്ന് നോക്കി. മുറിയിലാകെ വല്ലാത്തൊരു നിശബ്ദത പറന്നു. ഇന്ന് ഈ വീട്ടിൽ വലിയൊരു മുഖംമൂടി അഴിഞ്ഞു വീഴാൻ പോവാണ് അച്ഛാ, സച്ചി ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. മനുഷ്യൻ പലതരം മുഖംമൂടികൾ അണിയും, പക്ഷേ അത് എന്നാണെങ്കിലും ഒരു നാൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ആ നിമിഷമാണ് വന്നിരിക്കുന്നത്. സച്ചി പറയുന്നത് കേട്ട് ശ്രുതിക്കും ചന്ദ്രമതിക്കും ഒന്നും മനസ്സിലായില്ല. ശ്രുതിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി തുടങ്ങി. അവൾ പതുക്കെ രേവതിയെ നോക്കി. എന്തു പറ്റി നിന്റെ കെട്ടിയോന്? വന്ന ഉടനത്തിന് മുഖംമൂടി അത് ഇത് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, എന്തൊക്കെ പുലമ്പുകയാണല്ലോ. ശ്രുതി രേവതിയെ നോക്കി പരിഹസിക്കാൻ ശ്രമിച്ചു. സച്ചിയേട്ടൻ എന്ത് പറഞ്ഞാലും അതിലൊരു അർത്ഥമുണ്ടാവും ശ്രുതി. ആരുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും. രേവതി ഒട്ടും വിട്ടുകൊടുക്കാതെ മറുപടി നൽകി. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ വട്ടായോ? എന്തൊക്കെയായി വന്ന് പറയുന്നത്? ശ്രുതിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. കാരണമില്ലാതെ അവരൊന്നും പറയില്ല ശ്രുതി, നീ അവർ പറയുന്നതൊന്ന് കേൾക്ക്. രവീന്ദ്രൻ വീണ്ടും സച്ചി സംസാരിക്കാൻ അനുവദിച്ചു. അച്ഛാ, ഇന്ന് നമ്മുടെ വീട്ടിലൊരു പ്രത്യേക ചടങ്ങുണ്ട്. അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് പുറത്തു നിന്ന് കാത്തിരിക്കുന്നുണ്ട്. സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗസ്റ്റോ? ആരാടാത്? രവീന്ദ്രൻ അത്ഭുതത്തോടെ ചോദിച്ചു. അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്നതായിരിക്കും നല്ലത്. രേവതി, ആ ഗസ്റ്റിനെ ഇങ്ങോട്ടേക്ക് വിളിക്ക്, സച്ചി പറഞ്ഞു. രേവതി പുറത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു. ഇളയച്ച, അകത്തേക്ക് വരൂ. ആ വിളി കേട്ടപ്പോൾ ശ്രുതിയുടെ ഹൃദയം ഒരു നിമിഷം അങ്ങ് നിലച്ചുപോയി. ഇളയച്ചൻ. അവൾ ഭയത്തോടെ വാതിൽക്കിലേക്ക് നോക്കി. പതുക്കെ ചുവടുകൾ വെച്ച് കുറ്റുബോധം കൊണ്ട് തല താഴ്ത്തി ബീരാൻ വീടിനുള്ളിലേക്ക് കയറി വന്നു. ബീരാനെ കണ്ടപ്പോൾ ശ്രുതിയുടെ ശരീരമാകെ വിറക്കാൻ തുടങ്ങി. അവളുടെ തൊണ്ട വരണ്ടു. കാലുകൾക്ക് ബലം ഇല്ലാത്തതുപോലെ തോന്നി. ദൈവമേ, ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ സച്ചിയും രേവതിയും സത്യങ്ങളൊക്കെ അറിഞ്ഞോ? അവളുടെ തലച്ചോറിൽ 1000 ചോദ്യങ്ങൾ അങ്ങനെ വട്ടം ചുറ്റി. എന്നാൽ ബീരാനെ കണ്ട ചന്ദ്രമതിയുടെ പ്രതികരണം നേരെ തിരിച്ചായിരുന്നു. മലേഷ്യയിൽ നിന്നുള്ള കോടീശ്വരനായ ഇളയച്ചൻ വീണ്ടും വന്നിരിക്കുന്നു എന്ന സന്തോഷത്തിൽ അവർ ഓടിച്ചെന്ന് അയാളെ സ്വീകരിച്ചു. അയ്യോ ഇളച്ച, എന്താ പുറത്തു നിൽക്കുന്നത്? വേഗം അകത്തേക്ക് വരൂ, ഇരിക്കൂ. ചന്ദ്രമതി അയാളെ നിർബന്ധിച്ച് സോഫയിൽ പിടിച്ചിരുത്തി. എന്നിട്ട് ശ്രുതിയെ നോക്കി ചോദിച്ചു. ശ്രുതി, ഇളയച്ചൻ വരുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ശ്രുതി എന്ത് പറയണമെന്നറിയാതെ വിക്കി. അത് പിന്നെ ഇളയച്ചൻ സർപ്രൈസ് ആയിട്ട് വന്നതായിരിക്കുമോ ആന്റി? അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ, അപ്പൊ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പണം തരാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കുമല്ലേ? എന്നാലും ശ്രുതിയോട് പോലും പറയാതെ വന്നത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. ചന്ദ്രമതി അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയാണ് ബീരാനോട് സംസാരിച്ചത്. ബീരാൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. സച്ചിയും രേവതിയും അത് കണ്ട് പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഇളച്ച പെട്ടെന്നൊരു വരവ്? നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് കാര്യമുണ്ടായിരുന്നോ? ചന്ദ്രമതി വീണ്ടും ചോദിച്ചു. ഞാനാണ് ആന്റി ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, സച്ചി ഇടക്ക് കയറി പറഞ്ഞു.
ശ്രുതിക്ക് കാര്യം പന്തികേടാണെന്ന് മനസ്സിലായി. അവൾ വേഗം ബീരാനെ അവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചു. ഇളയച്ചൻ എന്തോ വലിയ തിരക്കുണ്ടായിരുന്നില്ലേ? സച്ചിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഓരോ തമാശകളാ. അവർ നിർബന്ധിച്ചിട്ട് വന്നതായിരിക്കുമല്ലേ? ഇളയച്ചൻ എവിടെയാ റൂമെടുത്തിരിക്കുന്നത്? നമുക്ക് അങ്ങോട്ടും പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രുതി ബീരാന്റെ കൈക്ക് പിടിച്ചു വലിച്ചു. നിക്ക് ശ്രുതി, സച്ചിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. നീ ഇങ്ങനെ ഇളയച്ച എന്നൊന്നും വിളിക്കരുത്. അതൊക്കെ കേൾക്കാൻ തന്നെ എന്ത് രസമാ. പക്ഷേ എനിക്കൊരു സംശയം, ഇദ്ദേഹം ശരിക്കും നിന്റെ ഇളയച്ചനാണോ? ശരിക്കും ഇയാള് ആരുടെ ഇളയച്ചനാ? സച്ചിയുടെ ചോദ്യം കേട്ട് ചന്ദ്രമതിയും രവീന്ദ്രനും അത്ഭുതത്തോടെ അവനെ നോക്കി. നീ എന്താടാ ഈ ചോദിക്കുന്നത്? ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ? രവീന്ദ്രൻ ചോദിച്ചു. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം അച്ഛാ. അദ്ദേഹത്തിന് വേറൊരു ബന്ധം കൂടിയുണ്ട്. ഓർമ്മയുണ്ടോ, നമ്മുടെ അശോകൻ അങ്കിളുടെ മകൾ മാളവിന്റെ കല്യാണം കഴിപ്പിച്ച ഫെബിൻ? ആ ഫെബിന്റെ സ്വന്തം മാമനാണ് ദാ ഈ ഇരിക്കുന്ന ഇളയച്ചൻ. സച്ചി ഒരൊറ്റ വെടിക്കങ്ങ് വാര്യം പൊട്ടിച്ചു. ആ വാക്ക് വീടിനുള്ളിൽ ആകെ ഒരു ബോംബ് പോലെയാണ് പൊട്ടിയത്. ചന്ദ്രമതിയും രവിയും ഞെട്ടിത്തെറിച്ചു പോയി. എന്താടാ നീ പറയുന്നത്? ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെയാ വല്ലവന്റെയും മാമനാവുന്നത്? ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു തുടങ്ങി. സച്ചിന്റെ പറയുന്നത് സത്യമാണമ്മേ. അന്ന് അശോകൻ അങ്കിൾ ഫെബിന്റെ മാമനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഇദ്ദേഹമാണ്. ഞങ്ങൾ ഇന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ടതാ. രേവതിയും സത്യം വെളിപ്പെടുത്തി. ശ്രുതിയുടെ മുഖത്തെ ചോര മുഴുവൻ വറ്റിപ്പോകുന്നത് പോലെ തോന്നി. അവൾ വിയർക്കാൻ തുടങ്ങി. എങ്കിലും അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മേ? ഇവർക്ക് ആള് മാറിപ്പോയതാ. ഇതെന്റെ മലേഷ്യൻ ഇളയച്ചൻ തന്നെയാ. ഇവർക്ക് വേറെന്തോ വലിയ തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ടെന്ന് അവൾ കളവ് ആവർത്തിച്ചു. അതെ, ഇത് ശ്രുതിയുടെ ഇളയച്ചന. മലേഷ്യയിൽ നിന്നും ഇമ്പോർട്ട് എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന വലിയ കോടീശ്വരൻ. ചന്ദ്രമതി ശ്രുതിയെ പിന്തുണച്ചു. അതെ അച്ഛാ, ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ബിസിനസ് തന്നെയാണ്. കോഴിയിറച്ചിയും പോത്തിറച്ചിയും ഒക്കെ കൊത്തി നുറുക്കി എക്സ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ബിസിനസ്. സച്ചി പരിഹാസത്തോടെ പറഞ്ഞു. സച്ചി, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രവിക്ക് ആകെ കൺഫ്യൂഷനായി. അച്ഛാ, ഇയാൾ മലേഷ്യക്കാരനൊന്നുമല്ല, നമ്മുടെ ഈ നാട്ടുകാരനാ. ഇയാൾക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ട് പോലുമില്ല. ഇയാൾ നടത്തുന്ന ബിസിനസ് എന്താണെന്നറിയുമോ? ഇറച്ചിക്കട. നമ്മുടെ ടൗണിലെ ഇറച്ചിക്കടത്ത് നടത്തുന്ന ബീരാനാണ് ദാ ഈ നിൽക്കുന്ന മലേഷ്യക്കാരൻ ഇളയച്ചൻ. സച്ചി മുഴുവൻ സത്യവും അങ്ങ് തുറന്നടിച്ചു. സച്ചിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ചന്ദ്രമതിയുടെയും രവീന്ദ്രയുടെയും തലക്ക് മുകളിൽ ഇടുത്തി വീണതുപോലെയായി. അവർക്ക് തങ്ങളുടെ ചെവികളെയൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എടാ, നീ എന്തൊക്കെയാടായി വിളിച്ചു പറയുന്നത്? ഇവൻ കുടിച്ചിട്ടുണ്ടോ എന്ന് നീ നോക്ക് സുധി. ഇവൻ എന്തൊക്കെ അസംബന്ധങ്ങൾ വിളിച്ചു പറയാണെന്ന് ചന്ദ്രമതി സച്ചിയെ ശകാരിച്ചു. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലമ്മേ. നല്ല സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അച്ഛൻ ഓർക്കുന്നുണ്ടോ, അന്ന് നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ ഞാൻ ഒരു കടയിൽ നിന്നും ഇറച്ചി വാങ്ങിച്ചു കൊണ്ടുവന്നത്? അന്ന് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ ഇറച്ചി നല്ലതാണ്. അത് ഞാൻ വാങ്ങിയത് ദാ ഈ ഇരിക്കുന്ന ബീരാൻകായുടെ കടയിൽ നിന്നാണ്. എനിക്ക് ഇന്നാണ് ആ കാര്യം മനസ്സിലായത് എന്ന് സച്ചി യഥാർത്ഥം വീണ്ടും ഉറപ്പിച്ചു നിന്നു. മതി സച്ചി, കുറെ നേരമായി നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താ പ്രാങ്ക് വല്ലതുമാണോ? എന്റെ അങ്കിളിന്റെ റോഡിൽ നിന്നും പിടിച്ചോണ്ട് വന്നിട്ട് അപമാനിക്കുകയാണോ? വാ അങ്കിൾ, നമുക്ക് പോവാം. ശ്രുതി ബീരാന്റെ കൈപ്പിടിച്ച് വീണ്ടും വലിച്ചു. ശ്രുതി, ഇതിൽ കൂടുതൽ നിനക്ക് ഇനി പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. രേവതി അവളെ തടഞ്ഞു. ഇനിയും കള്ളം പറഞ്ഞാൽ അത് നിന്നെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ഇയാൾ ആരാണെന്ന് ഇയാൾ തന്നെ പറയട്ടെ എന്ന് രവീന്ദ്രൻ ഒച്ച വെച്ചു. ബീരാൻ പതുക്കെ എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് വലിയൊരു കുറ്റബോധം നിഴലിച്ചിരുന്നു. അയാൾ രവീന്ദ്രന്റെ മുന്നിലേക്ക് വന്ന് കൈ കൂപ്പി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ബീരാന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. സച്ചി പറഞ്ഞതെല്ലാം സത്യമാണ്. എന്റെ പേര് ബീരാൻ. ഞാൻ ടൗണിൽ ഇറച്ചിക്കട നടത്തുന്ന ആളാണ്. ഞാൻ ഇതുവരെ മലേഷ്യ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് പാസ്പോർട്ട് പോലുമില്ല. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല. ആ വാക്കുകൾ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. ചന്ദ്രമതിയുടെ കണ്ണുകൾ വിടർന്നു. അവർ ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. അവരുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അടുത്തുള്ള സോഫയിലേക്ക് അവർ തളർന്നിരുന്നു. ഇത്രയും കാലം താൻ പണക്കാരിയാണെന്ന് പറഞ്ഞ് തലയിലേറ്റിക്കൊണ്ട് നടന്ന മരുമകൾ തന്നോട് പറഞ്ഞ ആ ഒരു പച്ചക്കള്ളമായിരുന്നോ? ചന്ദ്രമതിക്ക് സ്വന്തം ചെരുപ്പെടുത്ത് സ്വയം അങ്ങ് അടിക്കാൻ തോന്നി. അപ്പോ നിങ്ങൾ പറഞ്ഞ ആ കഥകളൊക്കെ? രവീന്ദ്രൻ ഞെട്ടലോട് ചോദിച്ചു. ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്നും അവിടെ വെച്ച് മരിച്ചതാണെന്നുമൊക്കെ? അതൊക്കെ ശ്രുതി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് സർ. ബീരാൻ തല താഴ്ത്തി. എനിക്കൊരു നാടക നടനാവണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രുതിയും അവളുടെ കൂട്ടുകാരെയും കൂടി എന്റെ കടയിലേക്ക് വന്നു. എനിക്ക് സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിക്കാൻ അവസരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് ഒരു ചെറിയ നാടകം കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി എന്നെ പഠിപ്പിച്ചിരുന്ന ഡയലോഗുകളാ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോടെല്ലാവരോടും ഇത്ര കാലം പറഞ്ഞിരുന്നത്. എന്ത്? അപ്പോൾ ശ്രുതി മലേഷ്യയിൽ നിന്നുള്ള കോടീശ്വരിയല്ലേ? ചന്ദ്രമതി വിറയലോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല മാഡം. ഞാൻ ഇവളുടെ ഇളയച്ചനല്ല എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. എനിക്ക് ഇവളുടെ ഫാമിലിയെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല എന്ന് ബീരാൻ സത്യം പറഞ്ഞു. രവീന്ദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ കുടുംബത്തിലൊരാളെ പോലെയല്ലേ ഞങ്ങൾ നിന്നെ കണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലോ. എനിക്കറിയാം സർ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന്. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാം. ആദ്യം ഇതൊരു ചെറിയ കളിയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത്രയും വലിയൊരു ചതിയാണെന്ന് ഞാൻ അറിഞ്ഞതുപോലുമില്ല.
പിന്നെ ശ്രുതിയുടെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. എനിക്ക് പണമൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല. ക്ഷമിക്കണം, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വീരാൻ കരയാൻ തുടങ്ങിയിരുന്നു. അയാൾ തിരിഞ്ഞ് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതി, ഞാൻ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞതാ, കള്ളം അധികകാലമൊന്നും നിലനിൽക്കില്ല എന്ന സത്യം. സത്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. ഒരു കള്ളം മറക്കാൻ നീ 100 കള്ളം പറഞ്ഞു. ഇനിയെങ്കിലും നീ സത്യസന്ധമായി ജീവിക്കാൻ നോക്ക്. അങ്ങനെ ഉപദേശിച്ചിട്ട് ബീരാൻ ആ വീടിന്റെ പടിയിറങ്ങിപ്പോയി. അയാൾ പോയത് ആരും തന്നെ തടഞ്ഞില്ല. കാരണം അയാളും ഒരു ഇര മാത്രമായിരുന്നു. ബീരാൻ പോയതിനു ശേഷം ആ ഹാളിൽ ഭയാനകമായ ഒരു നിശബ്ദത പറന്നു. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. എല്ലാവരുടെയും കണ്ണുകൾ ശ്രുതിക്ക് നേരെയായിരുന്നു. ശ്രുതി ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കി നിന്നു. രവീന്ദ്രൻ പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ശ്രുതി, രവീന്ദ്രൻ ഉറക്കെ വിളിച്ചു. ആ വിളിയിൽ ശ്രുതി ഞെട്ടിവിറച്ചു. ഇതെന്താ, ഡ്രാമ കമ്പനിയാണോ അതോ വീടാണോ? നീ ഒരു നല്ല കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോടി? പറ, രവീന്ദ്രൻ അലറി. ശ്രുതി ഒന്നും മിണ്ടാതെ നിന്നു. അവൾക്ക് വാക്കുകളൊന്നും പറയാൻ കിട്ടിയിരുന്നില്ല. നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോടി? ഇത്രയും കാലം നീ ഞങ്ങളെല്ലാവരെയും വിഡ്ഢികളാക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾ പൊട്ടന്മാരും നീ വലിയ ബുദ്ധിശാലിയുമാണെന്ന് നീ കരുതിയോടി? രവീന്ദ്രൻ ചോദിച്ചു. അത് അങ്കിൾ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ശ്രുതി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മിണ്ടരുത്, നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത്, രവീന്ദ്രൻ വിലക്കി. എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നീ കരുതിയല്ലേ? നിന്റെ ഇളയച്ചനാണെന്ന് കരുതി ഞങ്ങൾ അയാളെ എത്രമാത്രം ബഹുമാനിച്ചു. നീ ഞങ്ങളുടെ മുഖത്തേക്കില്ലടി കരിവാരി തേച്ചത്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ കണ്ടത്. എന്നിട്ടും നീ എന്നെ. രവീന്ദ്രൻ സങ്കടം സഹിക്കാനായില്ല. അദ്ദേഹം നേരെ സുധീരുടെ അടുത്തേക്ക് തിരിഞ്ഞു. നിനക്കറിയാമായിരുന്നോടാ ഇതെല്ലാം? അയാളുടെ കൂടെ നീയും ഇതിന് കൂട്ടുനിന്നോ? സുധി ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലച്ചാ, സത്യമായിട്ടും ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവൾ എന്നെയും ഇത്രകാലം പറ്റിക്കുമായിരുന്നു. സുധി പെട്ടെന്ന് എന്നെ കൈ കഴുകി. രേവതി ശ്രുതിയുടെ അടുത്തേക്ക് വന്നു. അന്ന് പണം എടുത്തതിന് നിനക്കൊരു ന്യായം പറയാനുണ്ടായിരുന്നു ശ്രുതി. പക്ഷേ ഇതിന് നീ എന്ത് ന്യായമായി ഇനി പറയാൻ പോകുന്നത്? സ്വന്തം അച്ഛൻ, ഇളയച്ചൻ, സ്വത്ത്, ജയിൽ എല്ലാം കള്ളമായിരുന്നു അല്ലേ? എന്തിനാ ശ്രുതി ഇത്രയും പേർക്ക് കള്ളങ്ങളൊക്കെ നീ പറഞ്ഞുണ്ടാക്കിയത് എന്ന് രേവതി ചോദിച്ചു. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഞാൻ ശ്രുതി കരഞ്ഞുകൊണ്ടതിന് ശ്രുതി എന്തോ പറയാൻ ശ്രമിച്ചു. നിർത്തടി കള്ള കഴുതേ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയുടെ അലർച്ച ആ വീടിനങ്ങ് നടുക്കി. ഇത്രയും നേരം എല്ലാം കേട്ട് സൈലന്റായി നിൽക്കുമായിരുന്ന ചന്ദ്രമതി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് ശ്രുതിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ആരടി നീ ഏത് നരകത്തിൽ നിന്നാടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോടി? വാ തുറന്ന കള്ളം മാത്രമേ നിനക്ക് പറയാനുള്ളൂ. ചന്ദ്രമതിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ആന്റി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശ്രുതി അവരുടെ കാലിലേക്ക് വീഴാൻ ശ്രമിച്ചു. മേലാൽ നീ എന്നെ ആന്റി എന്ന് വിളിച്ചു പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ കവിളത്തങ്ങ് ആഞ്ഞൊരു അടി കൊടുത്തു. പറ്റിക്കയറുന്നില്ലേടി നീ എന്നെ? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ടല്ലേ കൊണ്ടുവന്നത്? നിന്നെ ഞാൻ എൻ്റെ മരുമകളായി കൊണ്ടുവന്നത് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതിയതെന്ന്. നാട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ നിന്നെ പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ നീ എന്നെ ചെരുപ്പൂരി അടിക്കല്ലായിരുന്നേ ചെയ്തത്. ചന്ദ്രമതിയുടെ നിയന്ത്രണം വിട്ടിരുന്നു. അവർ ശ്രുതിയെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ചന്ദ്രേ, നീ എന്താ ഈ കാണിക്കുന്നത്? അവൾ എങ്ങനെ അടിക്കല്ലേ? രവീന്ദ്രൻ അവരെ തടയാൻ ശ്രമിച്ചു. മാറി നിൽക്ക് രവിയേട്ടാ, ഞാൻ കൊല്ലാതെ വിടില്ല ഇവളെ. ഏതോ ഒരു ഇറച്ചി വെട്ടിക്കാരനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അവന് വെച്ചു വിളിപ്പിച്ചില്ലേടി നീ? നിന്നെപ്പോലെ ഒരു വിഷപ്പാമ്പിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചന്ദ്രമതി സുധീരുടെ അടുത്തേക്ക് ചെന്ന്, എടാ മോനെ, നീ എൻ്റെ പാവം കുട്ടിയല്ലേടാ. നിനക്ക് എങ്ങനെയാടാ ഇത്രയും വലിയൊരു ചതി ഇവനോട് ചെയ്യാൻ തോന്നിയത്? എൻ്റെ പൊന്നു മോൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലോടി മഹാപാപി. ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വീണ്ടും അവർ ശ്രുതിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ആന്റി, സുധി, നീ എങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സുധി. ശ്രുതി സുധിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ സുധി മുഖം തിരിച്ചു നിന്നു. അവളുടെ വാക്കുകൾ കേൾക്കാൻ പോലും അവൻ തയ്യാറായിരുന്നില്ല. എൻ്റെ മോനെ തൊട്ടു പോവരുതടി നീ. ചന്ദ്രമതി അവളെ പിടിച്ചു തള്ളി. ഒരു നിമിഷം പോലും നീ ഈ വീടിനുള്ളിൽ നിന്ന് നിൽക്കരുത്. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. ചന്ദ്രമതി ശ്രുതിയുടെ മുടിക്കങ്ങ് കുത്തിനി പിടിച്ചു. അമ്മ എന്തായി കാണിക്കുന്നത്? അവളെ വിട്. സച്ചി ഓടി തടയാൻ ശ്രമിച്ചു. ആരും ഇടപെടരുത്. ഈ വീട്ടിൽ ആര് നിൽക്കണം ആര് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇവളിനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ചന്ദ്രമതി ശ്രുതിയെ വലിച്ചഴിച്ചുകൊണ്ട് മുൻവാതിലിലേക്ക് നടന്നു. ആന്റി പ്ലീസ്, എന്നെ പുറത്താക്കല്ലേ. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. ശ്രുതി, എന്നെ രക്ഷിക്കടാ. ശ്രുതി കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ ആരും അവളെ സഹായിക്കാനൊന്നും വന്നില്ല. രേവതിക്ക് ഒരു നിമിഷം സങ്കടം തോന്നിയെങ്കിലും ശ്രുതി ചെയ്ത തെറ്റുകളുടെ വ്യാപ്തി ഓർത്ത് അവൾ നിശബ്ദമായി നിന്നു. മുറ്റത്തേക്ക് വലിച്ചിഴക്കപ്പെട്ട ശ്രുതിയെ ചന്ദ്രമതി ഗേറ്റിന് പുറത്തേക്കങ്ങ് ആഞ്ഞു തള്ളി. അവൾ റോഡിലേക്ക് വീണു. ഇനി ജന്മത്തിൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇനി ഈ പടി ചവിട്ടരുത്. പോടി ഇവിടെ നിന്ന്. അത്രയും പറഞ്ഞ് ചന്ദ്രമതി വന്ന് ഗേറ്റ് അങ്ങ് വലിച്ചടച്ചു. അകത്ത് രവീന്ദ്രനും സച്ചിയും രേവതിയും ശ്രുതിയൊക്കെ ഒന്നും മിണ്ടാതെ നിന്നു. പുറത്ത് മണ്ണിൽ വീണ് കിടക്കുന്ന ശ്രുതി അടഞ്ഞു കിടക്കുന്ന ആ ഒരു ഗേറ്റിനെ തന്നെ നോക്കി തന്റെ നുണകളുടെ സാമ്രാജ്യമൊക്കെ തകർന്നടിഞ്ഞതിന്റെ ആ ഒരു ബാക്കിപത്രമായി അവൾ അവിടെ ഒറ്റക്ക് നിന്ന് വിലപിച്ചു.
കളവുകൾ കൊണ്ട് കൊട്ടിപ്പൊക്കി അവളുടെ ആ ഒരു ജീവിതം ഒരു കാറ്റിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയായിരുന്നു. അങ്ങനെ ചെമ്പനീർ പൂവിൽ ശ്രുതിയുടെ മുഖംമൂടിയെല്ലാം വലിച്ചു കീറുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.